നമോ ഭഗവതേ വാസുദേവായ. ദശകം 13, ശ്ലോക 3. അഹോ ആരണ്യക അയം മൃഗഃ ഇതി ഹസന്തം ബഹുതരൈഃ ദുരുക്തൈഃ വിദ്യന്തം ദിതിസുതമവജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാ ശിരസി ചകിതാം സ്വേന മഹസാ പയോദൗ ആദായ പ്രസവം ഉദയുങ്ധാമൃതവിധൗ. അഹോ, അയ്യേ എന്ന ആ ഒരു പുച്ഛസ്വരം. ആരണ്യക, കാട്ടുമൃഗം എന്ന രീതിയിൽ. അയം, ഇത്. മൃഗക, മൃഗമെന്ന്. ഇതി, ഇങ്ങനെ. ഹസന്തം, വളരെ പുച്ഛിച്ചുകൊണ്ട് ഹസിക്കുന്നത്. ബഹുതരൈഹി, പലതരത്തിലുള്ള. ദുരുക്തൈഹി, ദുർവാക്കുകളാൽ. വിദ്യന്തം, വേദനിപ്പെടുത്തുന്ന. ദിതി, ദിതിയുടെ സുതം, മകൻ. അവജ്ഞായ, അവഗണിച്ചുകൊണ്ട്. ഭഗവൻ, ഭഗവാനെ. മഹീം, ഭൂമിയെ. ദൃഷ്ട്വാ, കണ്ടു. ദംഷ്ട്ര, ദംഷ്ട്രയുടെ. ശിരസി, തലപത്ത് കിടക്കുന്ന. ചകിതാം, പേടിച്ചു വിറയ്ക്കുന്നത്. സ്വേന, തൻ്റെ. മഹസ, പ്രഭാവത്താൽ. പയോധൗ, സമുദ്രജലത്തിൽ. ആദായ, മുകളിൽ ഉറപ്പിക്കുന്ന രീതിയിൽ. പ്രസഭം, തൽക്ഷണം. ഉദയുങ്ധ, ഒരുങ്ങിപ്പുറപ്പെട്ടു. മൃതവിധൗ, യുദ്ധം ചെയ്യുവാൻ. അപ്പോൾ ഈ ദശകത്തിൽ നമ്മൾ ഹിരണ്യാക്ഷ വധത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഈ ശ്ലോകത്തിൽ ആ ഭഗവാനെ വളരെയധികം മനസ്സിൽ ഒരു രൂപത്തെ ധ്യാനിച്ചു കൊണ്ട് വരുന്ന ആ ഹിരണ്യാക്ഷൻ കണ്ടത് ഒരു വരാഹാവതാരമെടുത്ത ഒരു പന്നിയുടെ വലിയ രൂപമാണ് കണ്ടത്. അപ്പോൾ അത് കണ്ടതോടെ മനസ്സിൽ ഒരു പുച്ഛഭാവം തോന്നുകയും, അയ്യോ, ഇതൊരു കാട്ടുമൃഗമാണല്ലോ, ഇത് എന്ത് എളുപ്പമാണ്, എനിക്ക് പറ്റിയ ശത്രുവാണെന്ന് ഇവരൊക്കെ പറയുകയും എങ്കിൽ കണ്ടാൽ അത് തോന്നുന്നില്ലല്ലോ എന്ന മട്ട് മനസ്സിൽ വിചാരിക്കുകയും ചെയ്ത് വളരെ പുച്ഛത്തോടെ, ഒരു ഹാസ്യത്തോടെ ആ മൃഗമെന്ന ആ ഒരു രീതിയിൽ പലതരത്തിലുള്ള ദുർവാക്കുകൾ ഉപയോഗിച്ച് വേദനപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു ആ ദിതിയുടെ മകനായ ഹിരണ്യാക്ഷൻ. എന്നാൽ ഭഗവാൻ ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് ആ ദംഷ്ട്രയുടെ തലപത്ത് കിടന്ന് അങ്ങനെ പേടിച്ച് വിറയ്ക്കുന്ന ആ ഭൂമിയെ കണ്ടിട്ട്, ഭൂമിയെ ആ ഒരു ജലത്തിൽ തൻ്റെ പ്രഭാവ മഹാത്മ്യം മൂലം ആ മുകളിൽ ഉറപ്പിച്ച് അതിനുശേഷം ഒട്ടും താമസിയാതെ തൽക്ഷണം തന്നെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടു ഭഗവാൻ. അഹോ ആരണ്യോകം മൃഗ ഇതി ഹസന്തം ബഹുതരൈഃ ദുരുക്തൈർവിദ്യന്തം ദിതിസുതമവജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാ ശിരസി ചകിതാം സ്വേന മഹസാ പയോധാവാധായ പ്രസവമുദയുങ്ധാമൃതവിധൗ. ശ്രീഹരേ നമഃ, ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ. താങ്ക് യു.